ലോകമാണ്. പ്രണയത്തിന് പ്രമാണമില്ല, പ്രണയത്തിന് രേഖകളുടെ ആവശ്യമില്ല. പ്രണയം പ്രണയമാണ്, സ്നേഹം സ്നേഹമാണ്. ആ സ്നേഹത്തെ ഒന്ന് അവതരിപ്പിക്കാൻ ലോകത്തൊരു ഭാഷയ്ക്കും കഴിഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും കഴിഞ്ഞിട്ടില്ല, ഒരു പ്രഭാഷകനും കഴിഞ്ഞിട്ടില്ല. യാ ലൈമി ഫിൽ ഹവൽ ഉദ്രി മഅ്ദിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമീ. ബൂസീരി ഇമാമിന്റെ മറുപടി എക്കാലത്തേക്കുമുള്ള മറുപടിയാണ്. യാ ലൈമി ഫിൽ ഹവാ. ആ പറച്ചിലിൽ തന്നെ ഒരു കൊട്ടുണ്ട്. പ്രണയത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നവനെ ഇതെന്തൊരു കൗതുകം എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നവനെ നിന്നെക്കുറിച്ച് എന്തു പറയാനാണ് അതിന്റെ അർത്ഥം. പ്രണയത്തെക്കുറിച്ച് അറിയാത്തവനാണ് പ്രണയത്തെ കുറ്റം പറയാൻ വരുന്നത്. അത് രുചിച്ചേ അറിയൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വിശ്വാസികളോട് പറയാനുള്ളത്, അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. لقد من الله على المؤمنين. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നു, വലിയ ഒരു സമ്മാനം നൽകിയിരിക്കുന്നു. എന്താണ് ആ സമ്മാനം? إذ بعث فيهم رسولا من أنفسهم. മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ വിശ്വാസികളുടെ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രവാചകത്വത്തിന്റെ അടിസ്ഥാനങ്ങളെ നിഷേധിക്കുന്ന ആഗ്നേയവാദികളുടെയും എത്തീസ്റ്റുകളുടെയും നിരീശ്വരവാദികളുടെയും മതനിഷേധികളുടെയും എല്ലാവരുടെയും വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പ്രവാചകത്വം സ്ഥിരപ്പെടുത്താൻ ലോകത്ത് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് എന്ന നിലയിൽ നമ്മൾ ഇവിടെ സംസാരിക്കുകയാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം പ്രഖ്യാപിച്ചു. അതിന് എക്കാലവും സ്ഥിരപ്പെടുത്താനുള്ള പ്രമാണങ്ങളുണ്ട്. അതുപോലെ പ്രമാണങ്ങളോടെ ഇന്ന് പ്രവാചകത്വം വാദിക്കുന്ന ഒരാൾക്കും, ദൈവിക ബന്ധം വാദിക്കുന്ന ഒരാൾക്കും സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനുഷ്യകുലത്തിന് മുഴുവനും എല്ലാ മേഖലയിലും ഒരു മോഡലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മേഖലയിലും മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത ആളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു സേവനം ചെയ്തത് ഏത് കാലം? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പൊട്ടിത്തെറിയുടെ പ്രായം, ഏറ്റവും കുരുത്തക്കേട് കാണിക്കുന്ന പ്രായം, ഏറ്റവും ബഹളമുണ്ടാക്കുന്ന പ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു അസൂയാർഹമായ പദവിയുള്ള വ്യക്തിത്വമാണ്. വായിക്കും തോറും അസൂയ കൂടും. എന്താ കാരണം? ഏറ്റവും കച്ചറ ഉണ്ടാക്കേണ്ട ഒരു പ്രായത്തിൽ ഏറ്റവും മനോഹരമായ ഒരു തണലിൽ ജീവിച്ച് ഏറ്റവും സുരക്ഷിതമായ ഒരു തർബിയത്ത് ലഭിച്ച അത്യത്ഭുതങ്ങളുടെ ഭാഗ്യം ലഭിച്ച നേതാവാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. ആ അനസ് റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത്,
പിന്നീട് 74 76 80 വർഷം ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം 8 പതിറ്റാണ്ടോളം ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖദംതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ, 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തു. മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽത, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ച് എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. വമാ ഖാല ലീ ലിശൈഇൻ തറക്തു ലിമ തറക്ത, ഒരു കാര്യം ചെയ്യാഞ്ഞതിനും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. വമാ ലാമനീ ഖത്തു, ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. വമാ ശതമനീ ഖത്തു, ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. വമാ ഖാല ലീ ഉഫ്ഫിൻ ഖത്തു, ഒരിക്കലും എന്നോട് ഛേ എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല. വമാ ഖാല ലീ ബിഅസ മാ സ്വനഅത ഖത്തു, ചെയ്തത് മോശമായി പോയല്ലോ അനസേ എന്നും എന്നോടൊരിക്കലും പറഞ്ഞിട്ടില്ലാത്ത സ്വഭാവ മഹിമയുടെ എല്ലാം ഒത്തുമേളിച്ച നേതാവായിരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാനാകുള്ളൂ. ഞാനൊരു വിഷയത്തിലേക്ക് ഇന്ന് കേന്ദ്രീകരിക്കണില്ല. നേരത്തെ സയ്യിദ് അവറുകൾ പറഞ്ഞ സ്നേഹപ്രപഞ്ചം, അതിൻ്റെ 16-ാം വർഷത്തെ പ്രഭാഷണം ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 30-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ്. ഈ 15 വർഷവും കഴിഞ്ഞ 15 വർഷവും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വർഷം അതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. അതിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ഓൺലൈനിലുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തെയും ജീവിതത്തെയും ആഖ്യാനിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരമ്പരയാണത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഏറ്റവും വലിയ കാരുണ്യമാണ്, ഏറ്റവും വലിയ സമ്മാനമാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഏറ്റവും വലിയ പ്രതീക്ഷയാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. മുൻഗാമികളായ മഹത്തുക്കൾ, സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട് എല്ലാവരും അവരൊന്ന് ആലോചിച്ചു നോക്കി, ഞാനൊന്ന് മരിച്ചുപോയാൽ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? എല്ലാവരും ആലോചിച്ചു, ഞാൻ മരിച്ചുപോയാൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താണ്? നമ്മളങ്ങനെ ആലോചിക്കാറുണ്ടോ? ഇന്ന് മരിച്ചുപോയാൽ എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ആലോചിച്ച് എത്ര ആളുകളുണ്ട് ഇവിടെ? ചില മുതലാളിമാരൊക്കെ പറയും, ഉസ്താദേ എനിക്ക് യാതൊന്നും ബേജാറാവാനില്ല, ഒരു 5-6 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ട് എന്ന് ചില സമ്പന്നന്മാർ പറയും. അപ്പം അയാളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ശരി, നിങ്ങൾക്ക് ഇന്ന് മരിച്ചുപോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? മുൻഗാമികളായ ആളുകളൊക്കെ ആലോചിച്ചു, എൻ്റെ കയ്യിൽ, ഞാൻ ഇന്ന് മരിച്ചുപോയാൽ എൻ്റെ കയ്യിൽ രക്ഷപ്പെടാൻ എന്താ ഉള്ളത്? ഞാൻ എൻ്റെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ എഴുതി വെച്ചവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ നോമ്പ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് എഴുതി വെച്ചവരെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ദാനധർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന് എഴുതി വെച്ചവരെയും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വായിക്കാൻ കഴിഞ്ഞതിലെല്ലാം ഉള്ളത്, രക്ഷപ്പെടാൻ അവര് കണ്ട മാർഗം എന്താണോ ആ മാർഗം ഏതെങ്കിലും വിധേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷയാണെന്ന് പറഞ്ഞത്. ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയേ മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അന്ത്യനാൾ എപ്പോഴാണ്? ഈ ലോകത്തിന്റെ ഒടുക്കം എപ്പോഴാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
നീ ഒടുക്കത്തെക്കുറിച്ച് അന്വേഷിച്ച് നടക്കണമെന്നല്ല. ഈ ലോകത്തിന്റെ ഒടുക്കം വന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ എന്ത് കയ്യിലുണ്ട്? മാതാ അഅദത്തലഹ, എന്താണ് കരുതി വച്ചിട്ടുള്ളത്? അപ്പോൾ ആ സ്വഹാബിക്ക് പറയാനുണ്ടായിരുന്നത് കർമ്മങ്ങളുടെ വലിപ്പമല്ല, അനുഷ്ഠാനങ്ങളുടെ ലോകമല്ല, ദാനധർമ്മങ്ങളുടെ പ്രപഞ്ചമല്ല. പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഉഹിബ്ബുല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ ഇഷ്ടം വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലയോ മോനെ, നീ കർമ്മങ്ങൾ ചെയ്യാതെ, നിസ്കാരത്തെ കുറിച്ച് പറയാതെ, നോമ്പിനെ കുറിച്ച് പറയാതെ, ഹജ്ജിനെ കുറിച്ച് പറയാതെ, സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു നടക്കുകയാണോ എന്ന് ചോദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, നിന്റെ ഇഷ്ടത്തിന് രക്ഷയ്ക്കുള്ള വഴിയുണ്ട്. നിന്റെ സ്നേഹം കൊണ്ട് നീ രക്ഷപ്പെടും. റബീഉൽ അവ്വൽ വരുമ്പോൾ മൗലിദ് ആഘോഷം വേണോ വേണ്ടേ എന്ന ഒരു സംവാദത്തിന്റെ ആവശ്യമില്ല, ഒരു ഗണ്ണനത്തിന്റെ ആവശ്യമില്ല. റബീഉൽ അവ്വൽ വരുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടായിട്ട് ആഘോഷിക്കാൻ തോന്നുന്നവരാരോ അവരാഘോഷിക്കട്ടെ. റബീഉൽ അവ്വൽ വരുമ്പോ ഒരു സന്തോഷവും ആഘോഷവും തോന്നാത്തവരുണ്ടോ അവരാഘോഷിക്കണ്ട. സംവാദത്തിന്റെ ആവശ്യമില്ല. എന്താണ് കാരണം? എന്നോട് എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, നമ്മുടെ മകൻ മദ്രസയിൽ പാടാൻ പോയി, ഫസ്റ്റ് കിട്ടി, നല്ല സമ്മാനവും കിട്ടി. അതുകൊണ്ട് നിങ്ങളൊന്ന് സന്തോഷിച്ചോ എന്ന് കൂടെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ മോനോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. അതെൻ്റെ മോനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ എൻ്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസം വന്നു എന്നറിയുമ്പോ എൻ്റെ മനസ്സിൽ ആനന്ദം വരുന്നുണ്ടെങ്കിൽ, അത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഘോഷിക്കട്ടെ. അങ്ങനെയൊന്നും അറിയുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമില്ലെങ്കിൽ അവരാഘോഷിക്കേണ്ടതില്ല. ഇത് പ്രണയത്തിന്റെ ലോകമാണ്. പ്രണയത്തിന് പ്രമാണമില്ല, പ്രണയത്തിന് രേഖകളുടെ ആവശ്യമില്ല. പ്രണയം പ്രണയമാണ്, സ്നേഹം സ്നേഹമാണ്. ആ സ്നേഹത്തെ ഒന്ന് അവതരിപ്പിക്കാൻ ലോകത്തൊരു ഭാഷയ്ക്കും കഴിഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും കഴിഞ്ഞിട്ടില്ല, ഒരു പ്രഭാഷകനും കഴിഞ്ഞിട്ടില്ല. യാ ലായിമി ഫിൽ ഹവൽ ഉദ്രി മഅ്ദിറതൻ മിന്നി ഇലൈക വലൗ അൻസഫ്ത ലം തലുമീ. ബൂസീരി ഇമാമിന്റെ മറുപടി എക്കാലത്തേക്കുമുള്ള മറുപടിയാണ്. യാ ലായിമി ഫിൽ ഹവാ, ആ പറച്ചിലിൽ തന്നെ ഒരു കൊട്ടുണ്ട്. പ്രണയത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നവനെ ഇതെന്തൊരു കൗതുകം എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നവനെ നിന്നെക്കുറിച്ച് എന്തു പറയാനാണ് അതിന്റെ അർത്ഥം? പ്രണയത്തെക്കുറിച്ച് അറിയാത്തവനാണ് പ്രണയത്തെ കുറ്റപ്പറയാൻ വരുന്നത്. അത് രുചിച്ചേ അറിയൂ, അത് രുചിക്കാതെ അറിയുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയോട് പറഞ്ഞു, പ്രണയം രക്ഷയ്ക്കുള്ള പ്രാണനാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് കുത്തേറ്റ് മദീനത്തെ പള്ളിയുടെ ചാരത്തെ മരണത്തോട് മല്ലടിക്കുന്ന നിമിഷങ്ങളിൽ കിടക്കുമ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആലോചിക്കുകയാണ്, എനിക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ബേജാറിലാണ്. ആ സമയത്ത് അവിടേക്ക് കടന്നു വരുന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ആരാണ് അലി എന്നവർ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. മുത്തുനബി തങ്ങളുടെ അറിവിന്റെ പട്ടണത്തിന്റെ പാറാവുകാരനും അതിന്റെ കവാടവുമാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അലിയേ, ഈ മരണത്തിലേക്കുള്ള യാത്രയിൽ കൊണ്ടുപോകാനായി എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് പറയാൻ ഒരുപാട് മറുപടി ഉണ്ട്.
അല്ലയോ ഉമറെ, നിങ്ങളല്ലേ ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രകടനത്തിൻ്റെ നേതാവ്? അല്ല ഉമറെ, നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചല്ലേ ഒരുപാട് ആയത്തിറങ്ങിയത്? അല്ല ഉമറെ, നിങ്ങളല്ലേ രണ്ടാം ഖലീഫയായത്? അല്ല ഉമറെ റളിയല്ലാഹു അൻഹു, നിങ്ങളെക്കുറിച്ചല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ സലക ഉമറു ഫീ ഫജ്ജിൻ സലക അശ്ശൈത്വാനു ഫീ ഫജ്ജിൻ ആഖർ. നിങ്ങൾ കടന്ന വഴിയിൽ പിശാച് കടക്കൂല എന്ന് പറഞ്ഞത് നിങ്ങളെക്കുറിച്ചല്ലേ. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷേ മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലയോ ഉമറേ, നിങ്ങൾ എന്തിന് ആകുലപ്പെടണം? നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച് വതൂഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻകറാദ്. മുത്തുനബി പൊരുത്തപ്പെട്ടിട്ടല്ലേ ഇവിടുന്ന് നിങ്ങളോട് യാത്ര ചോദിച്ചു പോയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തം കിട്ടിയ ആളല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടുവല്ലോ. അതാണ് പോയിന്റ്. മിഷ്കാത്തിലെ ഹദീസ് ഓതിയവരാണ് വിളിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ. നിങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ ജീവിക്കാനായി വഹുവ അൻകറാദ്, നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊരുത്തം കിട്ടിയ ആളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടിയ ആളാണ്. നിങ്ങൾ എന്തിന് ബേജാറാകണമെന്ന് അലി റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ ആഖിറത്തിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങി കിടക്കുന്ന ഉമറേ, നിങ്ങളുടെ പ്രതീക്ഷ വഹുവ അൻകറാദ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമാണ്. കാരണം എന്താ? കുറച്ചാളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ തങ്ങളെക്കാൾ ഉഷാറുങ്ങളാണ് എന്ന്. അത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഓരോരുത്തരുടെയും കാലത്ത് ഓരോ പദ്ധതി ഉണ്ടാവുക. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് എല്ലാവരെയും ഒന്ന് ഈമാൻ ഒന്ന് തുമനീനത്താക്കേണ്ട കാലമാണ്. ആ പണി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെയ്തു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ, സംഘടനയെ പ്രചരിപ്പിക്കേണ്ട കാലമാണ്. അപ്പൊ സംഘടന ഉണ്ടായ കാലം, അതിനെ സ്ഥിരപ്പെടുത്തുന്ന കാലം, അത് വികസിപ്പിക്കുന്ന കാലം. അപ്പോൾ ഓരോ കാലത്തും ഓരോ പ്രവർത്തനമാണ് ഇസ്ലാമിക പ്രവർത്തനം. നമ്മൾ മുൻഗാമികളായ ആളുകൾ ചെയ്ത് കുറവായിപ്പോയി എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അവരുടെ കാലത്ത് ഹൈറായത് അവർ ചെയ്തു, നമ്മുടെ കാലത്ത് ഹൈറായത് നമ്മൾ ചെയ്യണം. അത് ഇന്നലത്തെ തുടർച്ചയാണ്. അപ്പൊ ഇന്നലത്തെ ആളുകൾ മോശം ചെയ്തു എന്നല്ല, ഇന്നലത്തെ ആളുകൾ ഏറ്റവും പെർഫെക്റ്റ് ആയത് ചെയ്തു. അതാണ് ഈ ഉമ്മത്തിന്റെ മഹത്വം. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേർഷ്യയിലേക്ക്, റോമിലേക്ക്, ലോകത്തിന് നാനാദിക്കിലേക്ക് ഇസ്ലാം എത്തിച്ച നേതാവാ. ആ നിലക്ക് മുന്നേറ്റങ്ങൾ നടത്തിയ ആളെന്ന നിലയിൽ സ്വഹാബത്തിന് പ്രത്യേകം പറയാനുള്ള ആളാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ. കാരണം എന്താ? പേർഷ്യയിലേക്ക് ഇസ്ലാം എത്തിച്ചു, റോമിലേക്ക് ഇസ്ലാം എത്തിച്ചു, വലിയ ലോകശക്തികൾ പരാജയപ്പെട്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉഷാറാണെന്ന് പറയാൻ നോക്കി. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈലത്തും മിൻ ലയാലി അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രിയുണ്ടല്ലോ, അഫ്ളലു മിൻ ഉമരി ഉമറ, ഉമറുൽ ഫാറൂഖിന്റെ ഈ ജീവിതം മുഴുവനും തരാം, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു രാത്രി എനിക്ക് കിട്ടിയാൽ മതി. അപ്പൊ എൻ്റെ ഈ ജീവിതത്തിന്റെ മുഴുവനും മൂല്യം ഒരു ഭാഗത്ത് വെച്ചാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രിക്ക് തുല്യാവൂല. ഏത് രാത്രിയാണത്? ബാത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സൗർ ഗുഹയിൽ താമസിച്ച ഒരു രാത്രിയാണ്. ആ രാത്രിക്ക് തുല്യമാവൂല. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടത് എൻ്റെ ജീവിതത്തെക്കാൾ വില നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സേവനം ചെയ്ത ഒരു രാത്രിയാണ്. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകൾ അവരാരും പറഞ്ഞത് ഞങ്ങളുടെ കർമ്മശാസ്ത്ര വിജ്ഞാനം കൊണ്ട് രക്ഷപ്പെടുമെന്നല്ല.
അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ആണ് 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ആൾ. അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞത്, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലി ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാക أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? അത് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഈ ലോകത്തിൻ്റെ കൽബിൽ സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യണ കാരുണ്യ പ്രവർത്തനം. അതുണ്ടായാൽ എല്ലായി. ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളുടെയൊക്കെ ജീവിതാവസ്ഥകൾ വളരെ ദയനീയമാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു. ഉത്തര കർണാടക ആയാലും മഹാരാഷ്ട്ര ആയാലും യു പി ആയാലും കഴിഞ്ഞ 3 മാസം ഏകദേശം SSFൻ്റെ പര്യടനം ഈ ഉത്തരേന്ത്യൻ ഗ്രാമത്തിലൂടെയാണ്. പക്ഷേ ഒരു മാസം മുമ്പ് ഡൽഹിയിൽ ഹുമയൂൺ ടോംബിൻ്റെ ബാക്കിലെ ജുമാഅത്ത് പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തോന്നി എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഈമാനും ഇസ്ലാമും അർക്കാനുൽ ഇസ്ലാമും ഉദൂവിൻ്റെ ഫർദും ഒക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ ഉത്തരേന്ത്യക്കാരൊക്കെ മുസ്തഫാജാനെ ചൊല്ലിയിട്ട് വേഗം സ്വർഗത്തേക്ക് അങ്ങ് പോകുമെന്ന് തോന്നിപ്പോയി. കാരണം എന്താ? അവരുടെ ഈമാനും ഇസ്ലാമും എല്ലാം 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 ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ ഇങ്ങനെ കുടിയിരുന്നു എന്ന് അത്ഭുതപ്പെട്ടു പോകും ലോകം മുഴുവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന് ഈ തെളിവ് മതി. എന്താണ്? കഹാ ജാതാ ഹൈ രഹത്തെ ഹൈ ആഖാ ഫഖത് മദീനെ മേ ഗലത് ഹൈ രഹത്തെ ഹൈ വോ ആശിഖോं के सीने में. കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നുകൂടാൻ മുത്തുനബിക്ക് എങ്ങനെ കഴിഞ്ഞു? അത് വലിയ അത്ഭുതമായ ഒരു പ്രമേയാണ്. അക്ഷരങ്ങൾ അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഈ ലോകത്ത് നടക്കണ ഒന്നും അറിയില്ല. പക്ഷേ അവർക്കറിയാം മുസ്തഫ ജാൻ റഹ്മത്ത് പെ ലാഖോ സലാം അറിയാം. ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്കറിയാം. അപ്പം ഞാനൊന്നും കൂടി ആലോചിച്ചു പോയി. ഇമാം മുഹമ്മദ് റിളാ ഖാൻ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത തൗഫീഖ് നോക്ക്. ഒന്നും അറിയാഞ്ഞിട്ട് പോലും കോടിക്കണക്കിന് ജനങ്ങളുടെ കൽബിൽ നിത്യം ചൊല്ലാൻ ഓർമ്മിച്ചു വെക്കുന്നൊരു കവിതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ വജസ്സുകൾ അടയാളപ്പെടുത്തിയ വരി, അതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. ഒരു ഭാഗത്ത് ബൂസരി ഇമാം റളിയല്ലാഹുവിൻ്റെ ബുറുദയ്ക്ക് പോലും അത് ലഭിച്ചിട്ടില്ല. ബൂസരി ഇമാം തങ്ങളുടെ ബുറുദ ലോകത്തെ ഏറ്റവും പാരായണം ചെയ്യപ്പെടുന്ന കവിതയാണ്. പക്ഷേ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ നിത്യജീവിതത്തിൽ മഹാത്മ്യത്തോടെ നിന്ന് ചൊല്ലുന്ന കവിത ഒരു പക്ഷേ ഇമാം മുഹമ്മദ് റിളാ ഖാൻ തങ്ങളുടെ ബുറുദയായിരിക്കും, മുസ്തഫ ജാനെ ആയിരിക്കും. കാരണം എന്താ? ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ട്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ട്. 6 അറബ് രാജ്യങ്ങളിലും കൂടെ 5.6 കോടി ജനങ്ങളേ ഉള്ളൂ. ഖത്തറിലും കുവൈത്തിലും ഒമാനിലും ബഹ്റൈനിലും UAE-യിലും സൗദിയിലും ഈ 6 രാജ്യങ്ങളിലും കൂടെ 5.6 കോടി അല്ലെങ്കിൽ 6 കോടി ജനങ്ങളേ ഉള്ളൂ. ഇന്ത്യയിൽ മാത്രം 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ട്. അതിൽ ഒരു 80 ലക്ഷം മുസ്ലിമീങ്ങൾ കേരളത്തിൽ നിന്ന് മാറിയാൽ ബാക്കിയുള്ള 29 കോടി 20 ലക്ഷം ജനങ്ങളും മുസ്തഫ ജാനയുടെ ലോകത്താണ് ജീവിക്കുന്നത്. മുസ്തഫ ജാനയുടെ ലോകത്താണ് ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം കൊണ്ട് ഹൃദയത്തിലേക്ക് പതിഞ്ഞു കിട്ടിയ കരുണയുടെ അരുണപ്രവാഹമായ മുസ്തഫ ജാനയുടെ ലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിക്കുകയാണ്.
ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോ പ്രതീക്ഷ വെച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ വേറെ ഒന്നുമില്ല. അന ത്വാമിഉൻ ബിൽ ജൂദി മിൻക വലം യകുൻ ലഅബീ ഹനീഫത ഫിൽ അനാമി സിവാക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് പ്രതീക്ഷയുള്ളത് അവിടുത്തെ ലക്ഷക്കണക്കിന് ഹദീസല്ല, അവിടുത്തെ പാതിരാത്രിയിലെ തഹജ്ജുദല്ല, അവിടുത്തെ ജീവിതകാലം മുഴുവനുമുള്ള ഇബാദത്തല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് പ്രതീക്ഷയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുജാവറത്താണ്. മദീന വിട്ടൊരു യാത്രയില്ല. ഞാൻ ഈ മദീനത്ത് കിടന്നോളാം, അതാണ് എൻ്റെ പ്രതീക്ഷയെന്ന് പഠിപ്പിച്ച ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിച്ചു. എങ്ങനെയാ പ്രേമിച്ചത്? യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് മറന്ന പെണ്ണുങ്ങൾ ആപ്പിള് മുറിക്കാൻ കൊടുത്ത കത്തി കൊണ്ട് കൈ മുറിച്ചുവെങ്കിൽ ഇമാം മാലിക് തങ്ങൾ മദീനത്തെ പള്ളിയിലിരുന്ന് മുത്തുനബി തങ്ങളെ പ്രേമിച്ചപ്പോൾ 40 പ്രാവശ്യം തേളുകൊത്തിയത് അറിയാതെ പോയി. പ്രണയത്തിൻ്റെ ലോകത്തിരിക്കുകയായിരുന്നു ഇമാം മാലിക് തങ്ങൾ. മദീനയുടെ മണ്ണിലേക്ക് ഇമാം മാലിക് തങ്ങൾ കാലെടുത്ത് വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രണയപാത്രം മദീന മുഴുവനും നിറഞ്ഞു നിൽക്കാണ്. ഹറം കി ജമീൻ ഓർ ഖദം രഖക ചൽന അരേ സർഖ മൗഖ ഓ ജാനെ വാലേ. ഞാൻ ഈ മദീനത്ത് എങ്ങനെ കാലുവെക്കും? എൻ്റെ പുണ്യപ്രവാചകർ, എൻ്റെ പ്രേമഭാജനം കിടക്കുന്ന സ്ഥലമാണിത്. ചെരുപ്പിടാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും കിതാബിലുണ്ടോ മദീനത്ത് ചെരുപ്പിടാൻ പാടില്ല? ഇല്ല. പക്ഷേ ഇമാം മാലിക് തങ്ങൾ മദീനത്ത് വന്നപ്പോൾ അങ്ങനെ കണ്ടത്. നമ്മൾ മദീനത്ത് പോകുമ്പോൾ പച്ചക്കുബ്ബയും പള്ളിയെ കാണുള്ളൂ. അതാണ് ഇമാം മാലിക് തങ്ങൾ മദീനയിലേക്ക് കടന്നപ്പോൾ കണ്ടതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോഴാണ് മദീനയുടെ ഉള്ളിൽ അവിടുത്തെ പാദം മെല്ലെ എടുത്തു വെച്ചത്. അപ്പോഴാണ് അവിടുത്തെ പാദുകം അഴിച്ചു മാറ്റിയത്. അപ്പോഴാണ് അവിടുത്തെ വാഷ്റൂം മദീനയുടെ അതിർത്തിക്കുള്ളിൽ വരാതിരുന്നത്. അങ്ങനെയെല്ലാമുള്ള ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതീക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളാണ്. ഇമാമുനാ അൽ ഇമാമു ശാഫിഈ ആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും ആലുൻ നബി ദരിയതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ പ്രേമിച്ച് സ്വർഗത്തിൽ കടക്കാമെന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ടേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അടുത്ത ഇമാം മാലിക് ബിൻ അനസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒന്നും പ്രതീക്ഷ വെച്ചില്ല. ആരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ? 27 കൊല്ലം കൊണ്ട് മുസ്നദ് അഹ്മദ് എന്ന പ്രൗഢമായ ഹദീസ് ഗ്രന്ഥം എഴുതി. ആ ഹദീസ് ഗ്രന്ഥം എഴുതിനെങ്ങനെ? ദശലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് അരിച്ചു പെറുക്കി ഓരോ ഹദീസും എഴുതി അടുക്കുമ്പോൾ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഇല്ലെങ്കിൽ പ്രയോഗിച്ചുകൊണ്ട് ജീവിതം നയിച്ച ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജീവചരിത്രം വായിച്ചാൽ കണ്ണീരൊലിപ്പിച്ചിട്ടല്ലാതെ വെക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ചരിത്രം. ആ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പ്രതീക്ഷ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷാറത്താണ്, ഒരു തിരുകേശം കയ്യിലുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടാം. കാരണം എന്താ? 10 കൊല്ലം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു, പിന്നെ 8 പതിറ്റാണ്ടോളം ജീവിച്ച മഹാനവറുകൾ, ഒരുപാട് അറിവിന്റെയും ആരാധനയുടെയും ആത്മീയ ചിട്ടകളുടെ ആളാണ്. പക്ഷേ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തു. താരീഖുൽ ഇമാമുൽ ബുഖാരിയിൽ കാണാം,
ഞാൻ മരിച്ചാൽ എൻ്റെ നാവിൻ്റെ അടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമൊന്ന് വെക്കണേ. എൻ്റെ ജനാസയുടെ ചാരെ മുത്തുനബി തങ്ങൾ തന്ന ചെറിയൊരു വടി എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് വെച്ചു തരണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയും വദുഫിന അനസ് ബിൻ മാലിക് തങ്ങളെ മറമാടപ്പെട്ടു. വശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹത ലിസാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശം നാവിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് മറമാടിയത്. ബസറയിൽ ചെന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്താൽ അത് മുത്തുനബി തങ്ങൾക്കുള്ള സിയാറത്ത് കൂടിയാണത്. കാരണം എന്താ? അവിടുത്തെ ഷാറ ആ മുബാറക്ക അവിടെയുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ബുദ്ധിമാനായ രാഷ്ട്രതന്ത്രജ്ഞനായ സ്വഹാബിയാണ്. ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായയിൽ എഴുതുന്നു, അവസാനം പ്രതീക്ഷ വെച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളാണ്. അവിടുത്തെ കുപ്പായം, ജീവിതകാലത്ത് മുറിച്ചു മാറ്റിയ നഖങ്ങൾ, തിരുകേശങ്ങൾ അതെന്റെ പഞ്ഞി വെക്കുന്ന അവയവങ്ങളിൽ വെച്ചു തരണമെന്ന് പറഞ്ഞ് വസിയ്യത്ത് ചെയ്തു. അപ്രകാരം മഹാനവറുകൾ മറമാടപ്പെട്ടു. സ്വഹാബികളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്, ഇമാമുകളുടെ ചരിത്രമാണ് പറഞ്ഞു പോയത്. ഇതെല്ലാം ആണെങ്കിൽ നമുക്കെന്താണ് പ്രതീക്ഷ? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അതാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു അഖ്ബാറുൽ അഖ്യാറിൽ പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു പ്രതീക്ഷയുമില്ല. ആരാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി? വലിയ മുഹദ്ദിസാണ്, ഗ്രന്ഥകർത്താവാണ്. പക്ഷേ മഹാനവറുകൾ പറഞ്ഞു, എനിക്കുള്ള ഒരു പ്രതീക്ഷ അത് വേറൊന്നുമല്ല, ഖിയാമി ഫീ മജ്ലിസി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയപ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നിട്ടുണ്ട്. അതാണ് എൻ്റെ കയ്യിലുള്ളത്. മൗലിദിൻ്റെ മജ്ലിസിൽ സലാം ബൈത്തി അല്ലേ, അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് രക്ഷയ്ക്കുള്ളത് ഈ സദസ്സൊക്കെ തന്നെയുള്ളൂ. ബൂസരി ഇമാം റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് വരികൾ എഴുതി. ഷാദുലി തരീഖത്തിലെ സൂഫിയായിരുന്നു. പക്ഷേ മഹാനവറുകൾ പറഞ്ഞത് ഫൈന്നലി ദിമ്മത്തം മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. നാളെ രക്ഷപ്പെടാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ എൻ്റെ പേര് മുഹമ്മദ് എന്നാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകാരനാണ് ഞാൻ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകാരൻ എന്ന ഒരു പരിഗണന കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടാം. ഇതായിരുന്നു മഹാനവറുകൾക്ക്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ.